വീണ്ടും ഒരു ഓഗസ്റ്റ് 15 ഒരു അടിപൊളി ലോഞ്ച് നടത്തിയിരിക്കുകയാണ് മഹീന്ദ്ര. നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന മഹീന്ദ്ര താറിന്റെ ഒരു 5 ഡോർ വർഷമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. താർ റോക്സ് എന്നാണ് ഈ ഒരു വാഹനത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ കൊച്ചിയിലായിരുന്നു ഇതിന്റെ ഒരു ഗ്ലോബൽ ലോഞ്ച് നടന്നത് എന്നതാണ് പ്രത്യേകത. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമുക്കിപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അതിൻ്റെ ഒരു 3 ഡോർ എന്നുള്ളത് 5 ഡോർ ആയി മാറിയിട്ടുണ്ട്, 5 ഡോർ വർഷനായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. നമുക്ക് അതിന്റെ മുന്നിലെ ഡിസൈനിൽ തന്നെ തുടങ്ങാം. ആ ഒരു DNA താറിന്റെ നിലവിലുള്ള DNA അതേപടി ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്രില്ലിൽ ഒരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കംപ്ലീറ്റ് ഒരു വെർട്ടിക്കൽ ഗ്രില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു വെർട്ടിക്കൽ ഗ്രില്ലിന് ഒരു ക്രോസ് കട്ടിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രില്ലിന്റെ ഏരിയയിൽ നിന്ന് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ റൗണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് ആണ്. C-ഷേപ്ഡ് ആയിട്ടുള്ള DRL കൊടുത്തിട്ടുണ്ട്. LED ഹെഡ് ലാമ്പ്സും അതേപോലെ തന്നെ ഫോഗ് ലാമ്പ്സും LED ഹെഡ് ലാമ്പ്സ് ആണ് ടോപ്പ് എൻഡിൽ വരുമ്പോൾ കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ടോൺ ഒരു ചങ്കി ആയിട്ടുള്ള ബമ്പർ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ആ ബമ്പർ ഏരിയയ്ക്ക് ഉള്ളിൽ അഡാസിന്റെ സെൻസേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നത്. താർ 3 ഡോറിൽ നിന്നും 400 mm ഒരു വീൽ ബേസ് കൂടുതൽ വന്നിട്ടുണ്ട്. 2850 mm ആണ് വീൽ ബേസ്. 3 ഡോറിന് 2450 mm ആയിരുന്നു. അതിന്റെ ഒരു ഫ്രണ്ട് റോയിൽ വരുന്ന ആ ഒരു ഫ്രണ്ട് ഡോർ വരുന്ന ആ ഒരു ഏരിയ സെയിം അതേ ഒരു ഡിസൈൻ തന്നെയാണ്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു സെക്കൻഡ് ഡോർ അല്ലെങ്കിൽ സൈഡ് പ്രൊഫൈലിൽ ഒരു സെക്കൻഡ് ഡോർ വന്നിട്ടുണ്ട്. അതിന്റെ ഹാൻഡിൽസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലായിട്ടാണ് ഹാൻഡിൽസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും ഫ്രണ്ടിൽ തന്നെ ആ ഒരു ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ഓൾഡ് സ്കൂൾ എലമെന്റ് തന്നെയാണ്. തേർഡ് റോയിലേക്ക് സീറ്റിംഗ് ഒന്നും ഇല്ല എങ്കിൽ പോലും അവിടെ ഒരു കോർണർ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ഗ്ലാസ് ഏരിയയിൽ വരുന്ന ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ഏരിയ കംപ്ലീറ്റ് ആ ഒരു വാഹനത്തിന്റെ മോൾ ഭാഗം കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നേരത്തെ ഉണ്ടായിരുന്ന മഹീന്ദ്രയ്ക്ക് അതൊരു ഫൈബർ അല്ലെങ്കിൽ ആ ഒരു ഫൈബർ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് കംപ്ലീറ്റ് മെറ്റൽ ബോഡിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല താർ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് താർ റോക്സ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സെക്കൻഡ് റോ ഡോറിന്റെ മുകളിലായിട്ടൊരു ഡിസൈൻ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈ താർ റോക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നേച്ചർ എലമെന്റ് എന്നാണ് ലോഞ്ച് ടൈമിൽ മഹീന്ദ്ര തന്നെ പറഞ്ഞത്. എന്തായാലും ഇതാണ് സൈഡ് പ്രൊഫൈൽ. അതുപോലെ തന്നെ ഒരു മെറ്റൽ ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വീൽ ആർച്ചസ് എല്ലാം വളരെ ചങ്കി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ക്ലാഡിങ്സോട് കൂടിയ ഒരു വീൽ ആർച്ചസ് ആണ് സൈഡ് പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ കാര്യമായ മാറ്റം വന്നിരിക്കുന്നത് അതിന്റെ ഒരു ടെയിൽ ലൈറ്റ് യൂണിറ്റിലാണ്. C-ഷേപ്ഡ് ടെയിൽ ലൈറ്റ് യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതിന്റെ ഒരു ഡിസൈൻ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. റിയറിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന മെത്തേഡും എല്ലാം 3 ഡോറിൽ കണ്ട 2 ഭാഗങ്ങളായിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. സ്പെയർ വീലും മൗണ്ട് ചെയ്തിരിക്കുന്നത് റിയറിൽ തന്നെയാണ്. വാഹനത്തിന് നീളം 4428 mm ആണ്. താർ 3 ഡോറിൽ നിന്ന് 443 mm കൂടിയിട്ടുണ്ട്. വീതിയിലും 50 mm കൂടുതൽ വന്നിട്ടുണ്ട്. 1870 ആണ് വീതി എന്ന് പറയുന്നത്. 1923 ഹൈറ്റിലും 68 mm ഉയരം താർ 3 ഡോറിൽ നിന്നും കൂടുതലാണ്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ ലക്ഷറിയസ് ആയിട്ടൊരു ഫീൽ അതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിഷ്വൽസിൽ നിന്ന് മനസ്സിലാവുന്നതും നിലവിലുള്ള ചില അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നതും. ലെതറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെതർ ഫിനിഷോട് കൂടിയ ഒരു ഡാഷ്ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്റ്റിയറിംഗ് വീൽ എല്ലാം XUV700 നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ എലമെന്റ് ആണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് അപ്ഹോൾസ്റ്ററിയാണ് ഓവറോൾ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരു വൈറ്റ് എക്സ്റ്റീരിയർ, ഒരു എലഗന്റ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു വൈറ്റ് അപ്ഹോൾസ്റ്ററി മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹെർമാന്റെ ഒരു 9 സ്പീക്കർ ഓഡിയോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നോർമലി നമ്മൾ പ്രീവിയസ് താറിലെല്ലാം കണ്ട ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ 360 ക്യാമറ ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇന്റീരിയറിൽ അവൈലബിൾ ആയിരിക്കും. വളരെ വലിയൊരു പനോറമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പ്രത്യേകത. ആൻഡ് സെക്കൻഡ് റോയിൽ നമ്മുടെ ഹെഡ് ലെവലിൽ വരെ കവർ ആവുന്ന രീതിയിൽ വരുന്ന അല്ലെങ്കിൽ അത്രയും ഭാഗം വരെ എത്തുന്ന രീതിയിലുള്ള ഒരു പാനോറമിക് സൺറൂഫ് ആണ് താർ റോക്സിൽ നൽകിയിട്ടുള്ളത്. മുന്നിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് ഹൈറ്റും പൊസിഷനും ഒക്കെയാണ് വരുന്നത്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് 3 ഡോറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡയറക്റ്റ് നമുക്ക് സെക്കൻഡ് റോയിലേക്ക് എൻ്റർ ചെയ്യാം. അവിടെയും ഹെഡ് റെസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല റിയർ AC ബ്ലോവർ വന്നിട്ടുണ്ട്. അതേപോലെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് സ്പേസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് റിയലിൽ നമുക്ക് ഒരു വാഹനം കിട്ടുമ്പോഴത്തേക്ക് മാത്രമേ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു ഇന്റീരിയർ അല്ലെങ്കിൽ ഡിസൈൻ എലമെന്റ് എന്ന് പറയുന്നത്. 4 ഡോറിന്റെ ഭാഗത്ത് ഈ ഫുട് സ്റ്റെപ്സ് കൂടാതെ തന്നെ ഗ്രാബ് ഹാൻഡിൽസും കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കുറച്ചും കൂടി ഒരു ഈസി എൻട്രൻസിന് സാധ്യമാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സേഫ്റ്റി സൈഡിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗുകളാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. 360 ക്യാമറ വരുന്നുണ്ട്. മാത്രമല്ല ടോപ്പ് എൻഡ് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എമർജൻസി കൊളഷൻ വാർണിംഗ് സിസ്റ്റം, എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ കീപ്പ് വാർണിംഗ് സിസ്റ്റം, ട്രാഫിക് സൈൻ റെക്കഗ്നിഷൻ തുടങ്ങി 10ഓളം ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ലെവൽ 2 അഡാസ് സിസ്റ്റം
ഈ ഒരു ഇതിൻ്റെ മഹീന്ദ്ര താറിൻ്റെ ടോപ്പ് എൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ സെഗ്മെന്റിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സെഗ്മെന്റിന്റെ ബെസ്റ്റ് ടൈപ്പ് ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഇനി പ്രധാനപ്പെട്ടത് അതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. 2 എഞ്ചിൻ ഓപ്ഷൻസ് പെട്രോൾ വേരിയന്റും ഡീസൽ വേരിയന്റും അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് പോകാം. 2 ലിറ്റർ എം സ്റ്റൈലും ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. റിയൽ വീൽ ഡ്രൈവ് മാത്രമാണ് ഈ ഒരു വേരിയന്റിൽ വരിക. അതിൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വേരിയന്റിന് 161 PS പവറും 330 Nm ടോർക്കുമാണുള്ളത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വേരിയന്റിന് 176 PS പവറും 380 Nm ടോർക്കും വരുന്നു. രണ്ടാമത്തെ എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിനാണ്. റിയർ വീൽ ഡ്രൈവും അതേപോലെ തന്നെ 4x4 വരുന്നൊരു എഞ്ചിൻ ഓപ്ഷനാണ്. ഇതിന്റെ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്ന ഒരു വേരിയന്റിൽ 150 PS പവറും 330 Nm ടോർക്കുമാണ് ഡെലിവർ ചെയ്യുന്നത്. അതേസമയം 4 വീൽ ഡ്രൈവ് വരുന്ന ഒരു വേരിയന്റിൽ 175 PS പവറും 370 Nm ടോർക്കുമാണ് ഡെലിവർ ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിന്റെ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് 41.7 ഡിഗ്രിയും ഡിപ്പാർച്ചർ ആംഗിൾ 36.1 ഡിഗ്രിയുമാണ്. ബ്രേക്ക് ഓവർ ആംഗിൾ എന്ന് പറയുന്നത് 23.9 ഡിഗ്രിയാണ്. 650 mm ആണ് താർ റോക്സിന്റെ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി എന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും മഹീന്ദ്ര താർ 5 ഡോർ വെർഷൻ താർ റോക്സ് എന്നുള്ള പേര് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് പോകും. അതിന് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, വാഹനത്തിന് 18 ഇഞ്ച് വീൽസിലും അവൈലബിൾ ആണ്, 19 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസും അവൈലബിൾ ആണ്. ടോപ്പ് എൻഡിലായിരിക്കും 19 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നത്. ബേസ് വേരിയന്റിന് സ്റ്റീൽ റിംസ് തന്നെ ആയിരിക്കും, അത് 18 ഇഞ്ചാണ്. അതിന് തൊട്ട് മുകളിലോട്ടുള്ള വേരിയൻസിനും 18 ഇഞ്ച് തന്നെ ആയിരിക്കും. ഇനി ഇതിന്റെ ഒരു പ്ലേസിംഗ് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള പ്ലേസിംഗ് ആണ്. നമ്മൾ 18 to 20 lakhs സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചത് 12.99 lakhs ആണ് ഇതിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ടോപ്പ് എൻഡിന് വരുന്നത് 20.49 lakhs ആണ്. എനിക്ക് തോന്നുന്നു ഒരു 4 വീൽ ഡ്രൈവ് വെർഷൻ വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ഡീസൽ വേരിയന്റ് നമുക്കൊരു ബിലോ 20 lakhs ചിലപ്പോൾ നമുക്ക് ഓൺ റോഡിൽ ഇറക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ നിന്ന് മനസ്സിലാവുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൂടി പ്രൊവൈഡ് ചെയ്യാം. എന്തായാലും നമുക്ക് സെപ്റ്റംബർ 14 മുതലേ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആവും. ഒക്ടോബർ 3 മുതലാണ് ബുക്കിംഗ് വരുന്നത്. അതിന് മുന്നേ വാഹനം നമുക്ക് അവൈലബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ തന്നെ ചാനൽ കൊണ്ടുവരാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രൈസിങ്, ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, നിങ്ങൾ എത്ര പേർക്ക് ഇത് എടുക്കാൻ താല്പര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.